ഹായ് ഫ്രണ്ട്സ്, ഈ ഫ്രോക്കാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതിപ്പോൾ ലൈനിങ് തുണിയിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. കഴുത്തകലം ഒരു 3 സെൻറ്റിമീറ്ററും കഴുത്തിറക്കവും ഞാൻ ഒരു 3 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുന്നു. ഷോൾഡർ 2 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ആം ഹോൾ ഒരു 5 സെൻറ്റിമീറ്ററുമാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഞാൻ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു, കർവ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ മൊത്തം 3 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പീസ് വെച്ച് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒറിജിനൽ പീസാണ് ഇനി അടുത്ത കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മൊത്തം കട്ട് ചെയ്തു. ഇതിപ്പോൾ താഴത്തെ വശത്തെ വേണ്ടി എടുത്തിരിക്കുകയാണ്. അംബ്രല്ല ഫ്രോക്കാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലൊരു 8 സെൻറ്റിമീറ്ററും അതും ഞാൻ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വരച്ച പോലെ തന്നെ ഞാൻ കട്ട് ചെയ്യുകയാണ്. പിന്നെ ഇറക്കമാണ് ഒരു 24 സെൻറ്റിമീറ്ററാണ് ഇറക്കം. അത് ഞാൻ എല്ലാ വശത്തും വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലെ പോലെ തന്നെ നിങ്ങളും മാർക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ മേല, ഞാൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഞാൻ മുകൾ വശം സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതിപ്പോൾ 3 പീസും ഉണ്ട്. നെക്കൊന്ന് സൂക്ഷിച്ച് തന്നെ അടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മറിച്ചിട്ടടിക്കുകയാണ്. നെക്ക് നമ്മൾ പതിച്ച് നല്ല നീറ്റായിട്ട് തന്നെ അടിക്കണം. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇനിയിപ്പോൾ ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അതെന്താ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകൾ വശം ഇച്ചിരി വിട്ടിട്ട് വേണം പതിച്ചടിക്കാൻ. നമുക്ക് ബാക്ക് പോർഷനുമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ഇത് 2 വശവും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. രണ്ടാമത്തെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ ടക്കാണ് ഇട്ട് കൊടുക്കുന്നത്. 5 സെൻറ്റിമീറ്ററാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന നല്ല ഷേപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൈയാണ്. ഇപ്പോൾ ഞാൻ സാരിയുടെ അടിയിലെ ബോർഡറാണ് കൈക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 കൈയും നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കൈ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഈ മിച്ചം വന്ന പോർഷൻ ഞാൻ അവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വശം മാത്രം ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് താഴത്തോട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ ഞാൻ 3 ലെയറാണ്. 3 ലെയറും കൂടെ വെച്ച് ഞാൻ ഒരുമിച്ച് അടിക്കുകയാണ്. എന്നിട്ട് ഒരുമിച്ചടിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മുകൾ വശമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2 വശവും കൂടെ ജോയിൻ ചെയ്യുകയാണ്. നീറ്റായിട്ട് തന്നെ അടിക്കണം. ഇപ്പോൾ ഞാൻ 2 സ്റ്റിച്ചെങ്കിലും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം അഴിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ ടോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത്തെ വശവും ഷേപ്പ് ചെയ്ത് അടിക്കുകയാണ്. അടിവശം വരെ അടിച്ചു കൊടുക്കണ്ട. നമ്മൾ താഴ്വശം മടക്കി അടിക്കാത്തത് കൊണ്ടാണ് അടിവശം വരെ ഞാൻ അടിക്കുന്നില്ല. അതിനിപ്പം നീറ്റായിട്ട് തന്നെ അടിവശം നമ്മൾ മടക്കി അടിക്കുകയാണ്. ഇത് നമ്മുടെ പുറയിൽ വെക്കാനുള്ളൊരു ബോയാണ്. ഞാൻ സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി അതിൽ മറിച്ചിടണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി.
ഇത് 3-4 ലെയർ തുണിയുണ്ട്. ഞാൻ മടക്കിയിട്ടു. ഇനി അതുപോലെ തന്നെ പതിച്ചടിക്കുന്നു. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫ്രോക്ക്. 2 എണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ ബാക്ക് പോർഷനാണ്.